ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കി പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് പ്രസ്താവനകൾ? 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി. 1500 പെദ്രോ അൽവാറസ് കാബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലോത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് കേട്ടോ. അതൊക്കെ പഠിക്കാനുള്ളതാണ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ആരെയാണ്? ഡച്ചുകാരെയാണ് അല്ലെ? ഡച്ചുകാർ. ഓപ്ഷൻ സി, ഡച്ചുകാർ. മൂന്നാമത്തത്, താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് കേട്ടോ. അപ്പൊ ഇതില് പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ തമ്മിൽ എന്താണ് നമ്മുടെ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ക്രമം കേട്ടോ. അതായത് ഹോർത്തൂസ് മലബാറിക്കസ് ആരാണ് എഴുതിയിട്ടുള്ളത്? ഹെൻറിക് വാൻറേഡ് ആണ്. ഹെൻറിക് വാൻറേഡ്. മാമാങ്കം കിളിപ്പാട്ട് കാടഞ്ചേരി നമ്പൂതിരിയാണ്. അതുപോലെ പെരുമാൾ തിരുമോയി കുലശേഖര ആൾവാറാണ്. തൂഫത്തുൽ മുവാഹിദ്ദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ക്രമം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന് കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഇതിലേതാണ്? ഓപ്ഷൻ സി, 1, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഏതൊക്കെയാണ്? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. KR ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്തത്, മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണെന്നാണ് കേട്ടോ. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ആരുടെ കാലത്താണ്? ഓപ്ഷൻ ബി, അക്ബർ ആണ്. അക്ബറിന്റെ കാലത്താണ് എന്ത് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കുന്നത്. അടുത്തത്, ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തത് ഏത് ആക്ട് അനുസരിച്ചാണെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് കേട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഭവങ്ങൾ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക എന്നാണ് കേട്ടോ. താഴെ പറയുന്ന സംഭവങ്ങൾ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കാനാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ക്രമം? ഓപ്ഷൻ ഡി ആണ്. 3, 1, 4, 2 എന്നുള്ളതാണ് കേട്ടോ. അതായത് 3 ബംഗാൾ വിഭജനമാണ് ആദ്യം നടന്നിട്ടുള്ളത്. പിന്നെ ഏതാണ്? റൗലറ്റ് ആക്ട്. പിന്നെ അടുത്തത് ഏതാണ്? അടുത്തത് ഗാന്ധി ഇർവിൻ ആക്ട് ആണ്, ഉടമ്പടിയാണ്. അടുത്തത് നെഹ്റു റിപ്പോർട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുപതിന പരിപാടി കൊണ്ടുവന്നതാരെന്നാണ്? ആരാണ്? ഓപ്ഷൻ എ, ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇവിടെ തന്നിട്ടുള്ള എന്താണ്? സംഭവങ്ങളെയും അതുപോലെ പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ക്രമം. ഏതൊക്കെയാണ്? സ്റ്റാമ്പ് നിയമം അമേരിക്കൻ വിപ്ലവത്തിലാണ്. സ്റ്റാമ്പ് നിയമം അമേരിക്കൻ വിപ്ലവത്തിന് കാരണമായ എന്താണ് ഒരു നിയമമാണ് സ്റ്റാമ്പ് നിയമം. അതുപോലെ പിന്നെ അടുത്തത് ഏതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഓക്കെ, അടുത്തത് ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്തത് ബ്രസ്റ്റ് ലിറ്റോ വസ്ക് ഉടമ്പടി റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത് പഠിക്കണേ. അടുത്തത്, താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? ഇവിടെ കൊടുത്തിട്ടുള്ള നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം എന്നാണ് ചോദിച്ചത്. ആരൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 3 മാത്രം എന്നാണ് കേട്ടോ. 1, 3. അതായത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതുപോലെ എന്താണ് വിൻസ്റ്റൺ ചർച്ചിലും ആണ് ഈ ഒരു അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവര്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? ഇതിലേതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ സി, നദികളുടെ നിക്ഷേപമാണ് കേട്ടോ. നദികളുടെ നിക്ഷേപ ഫലമായിട്ടാണ് ഡെൽറ്റ രൂപപ്പെടുന്നത്.
അടുത്തത് ഒരു ടോപ്പോഗ്രഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? എന്താണ് കോണ്ടൂർ ഇടവേള ആണ് കേട്ടോ. ഒരു ടോപ്പോഗ്രഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുള്ളുവനങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത്? ഏത് പ്രദേശങ്ങളിലാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലാണ് മുൾവനങ്ങൾ കാണപ്പെടുന്നത്. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്? ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ് കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം? ഏതാണ്? ഓപ്ഷൻ ബി ഉഷ്ണമേഖലാ മഴക്കാടുകളാണ്. അടുത്തത്, പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? ഏതൊക്കെയാണ്? നീലഗിരി മലനിരകളും അതുപോലെ നെല്ലിയാമ്പതി മലനിരകളുമാണ് കേട്ടോ. നീലഗിരി മലനിരകളും അതുപോലെ നെല്ലിയാമ്പതി മലനിരകളും. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത്? വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി വരുമാന അസമത്വം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷ് റിസർവ് അനുപാതം അല്ലെങ്കിൽ CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്തിനെന്നാണ് കേട്ടോ. ക്യാഷ് റിസർവ് അനുപാതം അതായത് CRR കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്തിനെന്നാണ്? ഓപ്ഷൻ സി ദ്രവ്യത വർദ്ധിപ്പിക്കൽ. 18ാമത്തെ ക്വസ്റ്റ്യൻ, GDP-യിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് എന്തിനാ? GDP-യിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് എന്തിനെന്നാണ്? ഓപ്ഷൻ സി സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമാഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? HDI ആണ് കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് HDI. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, വാദം എ, നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. കാരണം ആര് തന്നിട്ടുള്ള എന്താ? സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. അപ്പൊ ഇതില് ഓപ്ഷൻ സി ആണ്. എ ശരിയാണ്, പക്ഷെ ആർ തെറ്റാണ്. കാരണം കൊടുത്തത് തെറ്റാണ്. അപ്പൊ എന്താണ് ഓപ്ഷൻ എ? എന്താണ് എ? എന്താ കൊടുത്തത്? നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന കാരണം പറഞ്ഞ എന്താ? സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. ഇത് തെറ്റാണ് കേട്ടോ. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ, പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആണ്. ഓപ്ഷൻ ബി ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. അടുത്തത്, ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? ഇന്ത്യയിലെ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 24ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? ഇതിൽ ആൻസർ ആയിട്ട് ഉപദേശക അധികാര പരിധി എന്നായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർ കീഴിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ് കേട്ടോ. ഇതായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? അതായത് പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ്, അതായത് പുതിയ തിരഞ്ഞെടുപ്പ് എത്ര സമയത്തിനുള്ളിൽ നടത്തേണ്ടതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ 6 മാസത്തിനുള്ളിലാണ് കേട്ടോ. 6 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഇതിൽ ഏതാണെന്നാണ്. ഏതാണ് 26ാമത്തെ ക്വസ്റ്റ്യൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. അതായത് എന്താണ്? വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇതില് എന്താണ്? മൗലിക കടമകളിൽ പെടാത്തതാണ് 4 കേട്ടോ. ബാക്കിയൊക്കെ എന്താ? ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക,
പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക, ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. ഇനി എന്താണ്? വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക എന്നുള്ളത് എന്താണ്? നമ്മുടെ മൗലികാവകാശത്തിൽ പെടുന്നതാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? എവിടെയാണ്? ഓപ്ഷൻ എ ഭാഗം 20ലാണ് കേട്ടോ. ഭാഗം 20ലാണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ്? ഓപ്ഷൻ ബി 52ാം ഭേദഗതിയിലാണ് കേട്ടോ. ഓപ്ഷൻ ബി 52ാം ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്. അടുത്തത്, താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഇവിടെ എന്താണ്? ഏത് വിധിന്യായത്തിലാണ്? ഓപ്ഷൻ എ ആണ് ലോക്നാഥും മറ്റുള്ളവരും യെസ് പഞ്ചാബ് സംസ്ഥാനം 1967. ഈ ഒരു വിധിന്യായത്തിലാണ്, ഈ ഒരു കേസിലാണ് എന്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്? പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ലോക്നാഥും മറ്റുള്ളവരും അതുപോലെ VS പഞ്ചാബ് സംസ്ഥാനവും തമ്മിലുള്ള തർക്കമായിരുന്നു കേട്ടോ. 30ാമത്തെ ക്വസ്റ്റ്യൻ, 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 40 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 40ലാണ് 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ്? ആർട്ടിക്കിൾ 40 പ്രകാരമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി ഏത്? ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി ഏത്? ഏതാണ് ആ കൃതി? ഓപ്ഷൻ എ ആണ്, എന്ത്? വർത്തമാന പുസ്തകമാണ്. വർത്തമാന പുസ്തകം ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്നറിയപ്പെടുന്നത് വർത്തമാന പുസ്തകം. ഓക്കെ, അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ, ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതി ഏതാണ്? ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതി ഏതെന്നാണ് കേട്ടോ. ഇതിലേതാണ്? ഓപ്ഷൻ ഡി മേഘദൂതമാണ്. മേഘദൂതം. അടുത്തത്, കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർചിത്രത്തിലെ വിഷയം എന്താണ്? അപ്പൊ കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർചിത്രം ഏതാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഇതുള്ളത്. ഈ ഒരു ചുമർചിത്രത്തിലെ വിഷയം എന്താണെന്നാണ് ചോദിച്ചത്. ഇതിലേതാണ്? ഓപ്ഷൻ സി ഗജേന്ദ്ര മോക്ഷമാണ് കേട്ടോ. ഗജേന്ദ്ര മോക്ഷം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരെന്നാണ്? ആരാണ്? ഓപ്ഷൻ ഡി വള്ളത്തോൾ ആണ് കേട്ടോ. വള്ളത്തോൾ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. എഴുത്തുകാരെയും കൊടുത്തേക്ക് കൃതികളെയും കൊടുത്തേക്കുന്നത് അത് ക്രമത്തിലാക്കാനാണ് പറഞ്ഞത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ക്രമം? ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം. ഓടക്കുയൽ ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുയൽ ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. അതുപോലെ അടുത്ത എന്താണ്? രണ്ടാമൂയം MD വാസുദേവൻ നായരുടേതാണ്. പിന്നെന്താണ്? ഒരു ദേശത്തിന്റെ കഥ നമുക്കറിയാം, SK പൊറ്റക്കാട് എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ കയർ തകഴി. അടുത്തത്, 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയുക. അപ്പൊ 1847 ജൂൺ മാസത്തിലാണ് എന്ത് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയാനാണ് പറഞ്ഞത്. ഏതാണ് ആ പത്രം? ഓപ്ഷൻ എ രാജ്യസമാചാരമാണ്. എന്ത് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. വർഷം എന്താണ്? മാസം നോട്ട് ചെയ്യുക. 1847 ജൂൺ മാസത്തിലാണ് രാജ്യസമാചാരം പുറത്തിറക്കിയത്.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകം ഏതാണ്? ഏതാണ്? നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ സി ആണ് കാറൽ മാൻസ് ആണ് കേട്ടോ, കാറൽ മാൻസ്. ഇതെന്താണ്? കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകമാണ് കാറൽ മാൻസ് ചരിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഭോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ഭോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഗോൾഫിലാണ് കേട്ടോ, ഗോൾഫില്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ ബി, എബ്രഹാം റീഡ് ആണ് കേട്ടോ, എബ്രഹാം റീഡ്. എന്താണ്? 2020 ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? എബ്രഹാം റീഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി, ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ, ലോസ് ഏഞ്ചൽസ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, സി പി യുവിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ഏതാണ്? സി പി യുവിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ, ക്യാഷ് മെമ്മറിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതെന്നാണ് കേട്ടോ. ഏതാണ്? നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ലിനക്സ് ആണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ, ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഓപ്ഷൻ സി, ഒപ്റ്റിക്കൽ ഫൈബർ ആണ് കേട്ടോ, ഒപ്റ്റിക്കൽ ഫൈബർ. വേൾഡ് വൈഡ് വെബ്, അതായത് ഡബ്ല്യുന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാണ്? ഏതാണ്? ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യലാണ് കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യൽ വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശത്തിൽപ്പെടുന്നതാണ്. അടുത്ത് 45ാമത്തെ ക്വസ്റ്റ്യൻ, അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക്സ് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണെന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി, വകുപ്പ് 67 ആണ് കേട്ടോ, 67 പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോൺട്രിയാൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻസില്? അതായത് ഡി ആണ് കേട്ടോ. മുകളിൽ പറഞ്ഞതെല്ലാം ഇതിൽ പെടുന്നതാണ്. അതായത് ഓസോൺ ഇല്ലാതാകുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് ആണ്. ഓസോൺ ഇല്ലാതാക്കാനുള്ള കെമിക്കൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് ആണ്. അതുപോലെ പിന്നെന്താണ്? 1987 ഒപ്പിട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്? മോൺട്രിയാൽ പ്രോട്ടോകോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥെയ്ൻ വാതകത്തിന്. താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥെയ്ൻ വാതകത്തിന്. ഓക്കെ, തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതില് ശരിയായ ആൻസർ തിരഞ്ഞെടുക്കാനാണ്. ഏതാണ്? ഓപ്ഷൻ ബി, 1ഉം 2ഉം മാത്രം. അതായത് ക്ലോറോഫ്ലൂറോ കാർബൺസ്, നൈട്രസ് ഓക്സൈഡും അതുപോലെ പിന്നെന്താണ്? നൈട്രസ് ഓക്സൈഡും. അടുത്ത ക്വസ്റ്റ്യൻ, 48ാമത്തെ ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യത്തിന്റെ ഇൻസിറ്റു സംരക്ഷണത്തിന്റെ രീതികളാണ് ഏതെന്നാണ് കേട്ടോ. ജൈവ വൈവിധ്യത്തിന്റെ ഇൻസിറ്റു കൺസർവേഷന്റെ രീതികൾ ഇതിൽ ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, അതായത് 3ഉം 4ഉം മാത്രം. അതായത് ഏതൊക്കെയാണ്? നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും സാഞ്ചുറികളും. ഇതൊക്കെ എന്താണ്? ഇൻസിറ്റു കൺസർവേഷനിൽ പെടുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത്
ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് എന്താണെന്നാണ് കേട്ടോ. തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ 2 മാത്രം. ഏതാണ്? പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കും ആണിത്. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം എന്നാണ്. ഫോസ്ഫറസും അതുപോലെ എന്താണ് നൈട്രജനും ആണ് കേട്ടോ. ഫോസ്ഫറസും നൈട്രജൻ എന്നിവ മൂലകങ്ങളുടെ ആധിക്യം കാരണമാണ് യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്. ഇനി ഇവിടെ അടുത്ത 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ മാത്സിൽ നിന്ന് വരുന്നതാണ്. അത് ഇവിടെ ഞാൻ സോൾവ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. മാത്സിന് സെപ്പറേറ്റ് ആയിട്ട് മാത്സിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയട്ടോ. ഇനി അടുത്തത് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. 70 kilogram dash more than anyone can lift easily. 70 kilogram dash more than anyone can lift easily. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ആണ് കേട്ടോ. 70 kilogram ഈസ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി. അടുത്ത ക്വസ്റ്റ്യൻ, ഷീസ് എൽഡർ ഡാഷ് ഹെർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. ഷീസ് എൽഡർ ഡാഷ് ഹെർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ്, 2 ആണ് കേട്ടോ. 2. ഷീസ് എൽഡർ ടു ഹെർ യങ്ങസ്റ്റ് സിസ്റ്റർ ബൈ 4 years. അടുത്ത ക്വസ്റ്റ്യൻ, I am good at grammar. I am good at grammar. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഏത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഇവിടെ വരിക? ആറിൻ. അടുത്തത് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ചിലേക്ക്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. എന്താ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതായത് ഇൻ ദ ക്വസ്റ്റ്യൻ ഹി സൈഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമോറോ. ഹി സൈഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമോറോ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക് ദ നെക്സ്റ്റ് ഡേ. ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക് ദ നെക്സ്റ്റ് ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിൽ എന്താണ് ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് വേർഡ് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ ഫിനിക്സ് ആണ് കേട്ടോ. ഫിനിക്സ്. അടുത്തത്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ. എവിടെ എന്താണ് വരിക? വുഡ് ഹാവ് പാസ്ഡ് ആണ് കേട്ടോ. വുഡ് ഹാവ് പാസ്ഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കിഡ്സ് ആർ ഫോണ്ട് ഡാഷ് ഗെയിംസ്. കിഡ്സ് ആർ ഫോണ്ട് ഡാഷ് ഗെയിംസ്. ഫോണ്ട് ഓഫ് ഗെയിംസ്. അടുത്തത്, ദ ഇഡിയംസ് എ റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞ ഇഡിയംസിന്റെ മീനിങ് എന്താണ്? in the park. I am across a dash of girls in the park. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ബവി ആണ്. The word scapegoat means. The word scapegoat means. എന്താ മീനിങ്? ഓപ്ഷൻ സി ആണ്, എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ someone else wrong. അടുത്തത്, ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാവാജൻ. എക്സ്ട്രാവാജനിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്നാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ത്രിഫ്റ്റി ആണ്. The expression of sine qua non means. The expression of sine qua non means. എന്താണ് ഇവിടെ? ഓപ്ഷൻ എ ആണ്, an essential condition ആണ് എന്ത്? sine qua non എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. ഇതിൽ നിന്ന് കറക്റ്റ് സെന്റൻസ് ചൂസ് ചെയ്യാനാണ്, തിരഞ്ഞെടുക്കാനാണ്. ശരിയായിട്ടുള്ള സെന്റൻസ് ഇതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. അടുത്തത്, ഫൈൻഡ് ദ പാസീവ് വോയിസ് ഓഫ് വെൻ ഡിഡ് യു ബൈ ദ ബോട്ട്. വെൻ ഡിഡ് യു ബൈ ദ ബോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെന്റൻസിന്റെ പാസീവ് വോയിസിൽ എങ്ങനെ പറയാം? എന്താണ്? ഓപ്ഷൻ ബി ആണ്, വെൻ വാസ് ബോട്ട് ബോട്ട് എന്നാണ് കേട്ടോ. അടുത്തത്, ചൂസ് ദ സിംഗുലർ ഓഫ് ഡാറ്റ. ഡാറ്റ എന്നുള്ളതിന്റെ സിംഗുലർ ചൂസ് ചെയ്യാനാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡാറ്റം ആണ് കേട്ടോ. ഡാറ്റം.
There is a little water in the glass means there is a little water in the glass means എന്താ മീൻ ചെയ്യുന്നത്? there is no water in the glass എന്നാണ് കേട്ടോ. ലിറ്റിൽ ഇവിടെ ഉപയോഗിക്കുമ്പോൾ എന്താണ്? നോ എന്നുള്ള ഇതാണ് വരിക. നോ വാട്ടർ ഇൻ ദ ഗ്ലാസ്. അടുത്തത് ഫ്രേസൽ വെർബ് പുട്ട് ഓഫ് മീൻസ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ടു പോസ്റ്റ്പോൺ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇവിടെ പുട്ട് ഓഫിന്റെ മീനിങ്. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് മേ ടേക്ക് ടൈം ടു ഡാഷ് ടു ന്യൂ സിറ്റുവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 88ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് മേ ടേക്ക് ടൈം ടു ഡാഷ് ടു ന്യൂ സിറ്റുവേഷൻ. ഇറ്റ് മേ ടേക്ക് ടൈം ടു ഡാഷ് ടു ന്യൂ സിറ്റുവേഷൻ. അടുത്തത് കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് അരുൺ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. വേഴ്സ് ആണ് കേട്ടോ വരിക, വേഴ്സ്. അടുത്തത് ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ഹാർഡ് ലെഫ്റ്റ് ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് മലയാളമാണ്. നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിലെ ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ്. ഏതാണ് ഇതിലെ ശരിയായ പദം? ഓപ്ഷൻ ബി ശിപാർശ ആണ് കേട്ടോ. ശിപാർശ. ഓക്കെ, ശുപാർശ അല്ല, ശിപാർശ ആണ്. ഓക്കെ, അടുത്തത് ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിന്റെ ഉചിതമായ മലയാളം എന്താണ്? ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിന്റെ ഉചിതമായിട്ടുള്ള മലയാളം ഏതെന്നാണ്? ഇതാണ് വിഷണ്ണനായിരിക്കുക എന്നാണ്. ടു ലുക്ക് ബ്ലൂ. ഇത് സർവം ആത്മാവായി കരുതുന്നവൻ ആരാണ്? എന്താണ്? സർവം ആത്മാവായി കരുതുന്നവൻ എന്താണ്? ഒറ്റ വേർഡ് എന്താണ്? ആത്മയാജിയാണ് കേട്ടോ. ആത്മയാജി. അടുത്തത് മുഖ്യം എന്ന പദത്തിന്റെ വിപരീത പദം. മുഖ്യം എന്ന പദത്തിന്റെ വിപരീത പദം ഏതെന്നാണ്? ഏതാണ്? ഗൗണമാണ്. ഗൗണം. അടുത്തത് ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല്. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഇതിൽ ഏതെന്നാണ്? ഓപ്ഷൻ സി കറ്റിയും തലയിൽ വെച്ച് കളം ചെത്തരുത്. കറ്റിയും തലയിൽ വെച്ച് കളം ചെത്തരുത്. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഇതിലേതാണ് തെറ്റായിട്ടുള്ള വാക്യം എന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള തെറ്റായ വാക്യം. ഇവിടെ 300ഓളം എന്ന് പറയുമ്പോൾ പിന്നെ ഏകദേശം എന്നുള്ളത് വേണ്ട. അടുത്തത് പാമ്പ് എന്ന പദത്തിന്റെ പര്യായ പദം എഴുതുക. പാമ്പ് എന്ന പദത്തിന്റെ പര്യായ പദം ഇതിലേതാണ്? ഓപ്ഷൻ സി വിലേശയമാണ് കേട്ടോ. വിലേശയം. വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? ഏതാണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി വെൾ അധികം മാ കേട്ടോ. വെൾ അധികം മാ. അടുത്ത ക്വസ്റ്റ്യൻ. വാരണ വ്യാള ബല്ലു കാദികൾ മാനുഷ്യഭോജികളായുള്ള രാക്ഷസൻ എന്ന വരിയിൽ അടിവരയിട്ട പദത്തിന്റെ സമാന പദം ഏതാണ്? അടിവരയിട്ടത് വാള്യബല്ലു കാവ്യ കാദികൾ. ഇതിനാണ് അടിവരയിട്ടിട്ടുള്ളത്. ഇതിന്റെ പദത്തിന്റെ സമാന പദം ഏതെന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കരടി. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദിക് അധികം നാഗൻ എന്ന പദങ്ങൾ ചേർത്ത് എഴുതിയാൽ, ദിക്ക് അധികം നാഗൻ എന്ന പദങ്ങൾ ചേർത്ത് എഴുതിയാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് ദിങ്നാഗൻ. ദിങ്നാഗൻ. ഓക്കെ മക്കളെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഡിഗ്രി ലെവൽ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മാത്സ് നിങ്ങൾ പറയട്ടോ. മാത്സ് സോൾവ് ചെയ്യുന്ന ക്ലാസ് വേണമെങ്കിൽ, സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കമന്റിലൂടെ പറയാം. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.